വലിച്ചെറിഞ്ഞു കളയുന്ന ഈ ചിരട്ടയിൽ നിന്ന് കലാപരമായ ഒരു കഴിവ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും എന്ന് നമ്മുടെ കൃഷ്ണൻചേട്ടൻ ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തൃപ്പൂണിത്തുറയിലുള്ള കൃഷ്ണൻചേട്ടന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ആ കലാപരമായ കഴിവുകളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൃഷ്ണൻചേട്ടനോട് തന്നെ നേരിട്ട് സംസാരിക്കാം. എപ്പോഴാണ് ഈ ഒരു ചിരട്ടയുടെ ചിരട്ടയിൽ നമ്മളെല്ലാരും ഒരുപാട് പേര് വലിച്ചെറിയുന്ന ഒരു വസ്തുവാണ് ചിരട്ട. അപ്പൊ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ആർട്ട് പീസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എപ്പോഴാണ് തോന്നുന്നത്? അത് എന്റെ സ്വർണ്ണപ്പണി കുറച്ചൊന്ന് ഡിമ്മായി കഴിഞ്ഞപ്പോ എനിക്ക് ഇതിലേക്ക് കൂടുതൽ താല്പര്യം വന്നു. അപ്പൊ ഞാൻ ഈ ഇതിലൊക്കെ നോക്കാറുണ്ട്, മൊബൈലിലൊക്കെ നോക്കാറുണ്ട്. അപ്പൊ മോനൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ മോനും പറഞ്ഞു തരും ചിലപ്പോ ഇങ്ങനെ എന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അപ്പൊ അന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചിരട്ടയിലുള്ള ഡിസൈനൊക്കെ ഒരായി നോക്കും, ജോയിന്റ് ചെയ്യും. അപ്പൊ കുറച്ചൊരു വിജയസാധ്യത ഉണ്ടെന്നുള്ളൊരു ഇതായി. പിന്നെ അതിനോട് കുറച്ച് താല്പര്യം വന്നു. ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു തുടങ്ങി ഇതൊരു കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുമ്പോ എന്ത് തോന്നുന്നു? ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നോക്കണ്ട്, ഇതിലേക്ക് വന്ന് നോക്കണ്ട്. ഇവിടെ പള്ളിയുടെ ഇതിനു വേണ്ടി വരുന്ന ആൾക്കാരും കുറച്ച് ഫ്രണ്ട്സും മറ്റേ മോന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് നോക്കാറുണ്ട്. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കമ്മോ താല്പര്യം തോന്നിയത്. അപ്പൊ അങ്ങനെ കുറച്ച് വർക്ക് പിടിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഓരോരുത്തരെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വില പറഞ്ഞിങ്ങനെ കൊടുക്കാന്ന് പറയുമ്പോ എനിക്കൊരു താല്പര്യം ബുദ്ധിമുട്ടാണ്. ഏകദേശം എത്ര വർഷത്തോളമായി ഇപ്പോ? ഞാനിപ്പോ സ്വർണ്ണപ്പണി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 വർഷത്തിന്റെ അടുക്കായി ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും. അപ്പൊ അധികം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടുകാരെന്നെ ചീത്ത പറയും, ഒരുപാട് നേരം ഇരിക്കണ്ട എന്നുള്ളൊരു ഇത് വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനോട് ഒരുപാട് താല്പര്യം എനിക്ക് വന്നു തുടങ്ങിയത്. വരയ്ക്കുകയും ചെയ്യും. പിന്നെ ആർട്ട്പരമായിട്ട് കുറച്ച് കൊത്തുപണികൾ അതൊക്കെ ചെയ്യാറുണ്ട്. കാണണോ എൻ്റെ മാർക്ക് ചെയ്തിട്ട്